ഹലോ ഗൈസ്, ഇന്ന് എവിടെ പോകുന്നതാണെന്ന് അറിയാം. ഞങ്ങൾ ഇന്ന് പുറത്ത് പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഗവൺമെൻറ് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ കർണാടകയിൽ സിദ്ധരാമയ്യ കോൺഗ്രസ് സർക്കാരും ഇവിടുത്തെ ലേഡീസിന് കറങ്ങാൻ വേണ്ടി ഗവൺമെൻറ് ബസ് ഫ്രീ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ സാറ്റർഡേ സൺഡേ ഫുൾ ബസ് റഷ് ആയിരിക്കും. അങ്ങനെ ബസ് ഫ്രീ ആണ്. അങ്ങനെ ഞാനും ഉമ്മും കുറച്ച് യാത്ര ചെയ്യാൻ ഒരു 2-3-4 ഹവേഴ്സ് യാത്രയാണ് ചെയ്യുന്നത്. മാംഗ്ലൂരിൽ നിന്ന് പുത്തൂർ വരെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഈ ഒരു ഹോട്ടൽ കണ്ടു. വെജാണ്. അപ്പം നമ്മൾ മസാല ദോശ, സാമ്പാർ, അതിൻ്റെ കൂടെ ചട്നി ഓർഡർ ചെയ്തു. പിന്നെ ഇവിടുത്തെ ഹോട്ടൽ ചായ ആണ് കേട്ടോ. എനിക്ക് ഇത്തിരി ഇഷ്ടമാണ് ഹോട്ടൽ ചായ. അപ്പോൾ ഹോട്ടൽ ചായ ഓർഡർ ചെയ്തു. പിന്നെ എൻ്റെ ചെറിയ മോന് വീട്ടിൽ വരുമ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ചു കൊണ്ട് വന്നത് കൊണ്ട് അവന് വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ സ്ലോലിയാണ് നമ്മൾ ഹോട്ടലൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്കൊരു 20-25 മിനിറ്റ്സ് നമ്മൾ പോകുന്ന സ്ഥലത്ത് യാത്ര ചെയ്യാനായിരുന്നു. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്ത് കാണട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എത്ര റിസ്ക് എടുത്താലും നമുക്കൊരു ഫ്രീ ബസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യാതിരിക്കരുതല്ല. അപ്പോൾ നമ്മൾ കാണേണ്ട സ്ഥലത്ത് പോവേണ്ട സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയും യാത്ര ചെയ്യാനുണ്ടോ, വിശപ്പും തടയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ ബസ്സിലാക്കി പോകുന്നത്. എൻ്റെ വലിയ മോന് വളരെ സ്ലോ ആണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ബസ് ഇങ്ങനെ പിടിച്ച് നമ്മൾ കയറി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഇവിടെ ഗവൺമെൻറ് ബസ് കൂടുതലാണ്. ഇത്തിരി റഷും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ബസ് പോയിട്ട് ഈ നാട് കാണുന്നുണ്ടല്ലോ, ഇതാണ് പുത്തൂർ. മാംഗ്ലൂരിലുള്ള പുത്തൂരാണിത്. ഇവിടെയാണ് കേട്ടോ ഞാൻ കോളേജൊക്കെ പഠിച്ചത്. പിന്നെ +1 +2 ഒക്കെ ഇവിടെയാണ് പഠിച്ചത്. ഡിഗ്രിയാണ് പഠിച്ചത് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അങ്ങനെ ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ കോളേജ് ഡേയ്സും ഞാൻ യാത്ര ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്ത് കൊണ്ടുണ്ടായത് 45 മിനിറ്റ്സ്. നമ്മൾ വീട്ടിൽ നിന്ന് 45 മിനിറ്റ്സ് ഇവിടെ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മാംഗ്ലൂർ സിറ്റിയിലായത് കൊണ്ടാണ് നമുക്ക് 3-4 ഹവേഴ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ഞാനിവിടെ പുത്തൂർ വന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ ഞാൻ വന്നത് സാൽമാര എത്തീം ഖാനിലേക്കാണ് കേട്ടോ. എൻ്റെ അനിയൻ ഇവിടെ ചെറുപ്പത്തിൽ 1 ഇയർ എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ദുബായി പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവനിക്ക് എന്തായാലും സാൽമാര ഒന്ന് കാണണം, പോയിട്ട് കണ്ടുവരാൻ പറഞ്ഞു. അവിടെ നമ്മൾ സാൽമാര വരുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾ വിചാരിച്ചത് ഞാൻ അവരെ ഇവിടെ വിട്ടു പോകാൻ വേണ്ടിയാണ് വന്നതെന്ന്. മീൻസ് മോൾക്കറിയുമ്പോൾ എനിക്ക് തന്നെ കണ്ണീര് വന്നു. എന്തായാലും കുട്ടികൾ പഠിച്ചറബ് എപ്പോഴും ആ കുട്ടികളെ പേരൻസിന് ആയസ് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാം പേരൻസിൻ്റെ കയ്യിൽ തന്നെ കുട്ടികൾ വളരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ സ്കൂൾ ഇവിടെ വിടാൻ വന്നതല്ല, ഫുഡ് കൊടുക്കാൻ വന്നത്. വാ, ഇബുക്കാക്ക് ഫുഡ് കൊടുക്കാൻ വന്നത്. ബാ, കുട്ടികൾക്ക് ഫുഡ്. അങ്ങനെ ഇവിടുത്തെ കുട്ടികളെ നോക്കിയിട്ടും എനിക്ക് സങ്കടമായിട്ടോ. 50 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ ഒന്നും വാങ്ങിക്കൊണ്ടുപോയിട്ടില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത്. ഞാൻ വിചാരിച്ചു എൻ്റെ അനിയൻ പഠിക്കുന്ന സമയത്തൊക്കെ 10th സ്റ്റാൻഡേർഡുള്ള കുട്ടികളായിരുന്നു കൂടുതലുണ്ടായത്. പക്ഷെ ഇപ്പൊക്കെ ചെറിയ ചെറിയ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ പുത്തൂരിൽ വന്നിട്ട് ഇനിയും യാത്ര ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ വന്നതല്ലേ. എല്ലാ സ്ഥലത്തും നോക്കിയാലും വെജ് റെസ്റ്റോറൻറ്റ് ഭയങ്കര ബിസിനസ്സാണ് കേട്ടോ. വെജ് റെസ്റ്റോറൻറ്റ് ചില സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വെജ് റെസ്റ്റോറൻറ്റിലുണ്ടല്ലോ മസാല ദോശ, ചോറ് അങ്ങനെയൊക്കെ കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ ബോണ്ടയും ഗോലി ബജ മാംഗ്ലൂർ സ്പെഷ്യലാണ് കേട്ടോ. ഗോലി ബജ, പിന്നെ വട. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ചോറിൻ്റെ പ്രത്യേകത അവർ പൂരിയും തരും. ചോറിൻ്റെ കൂടെ ഒരു പൂരി ഉണ്ടാവും, പിന്നെ പപ്പടം ഉണ്ടാവും. പപ്പടം എല്ലാ ഹോട്ടലിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ യാത്ര ചെയ്തിട്ട് പോകുമ്പോൾ വയറ് നിറച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇനി 1.5 അവർ യാത്ര ചെയ്യണം. അപ്പോൾ ഞാൻ ചോറ് വേണ്ട, ജസ്റ്റ് ഒരു സോഡ സർബത്ത് കുടിച്ചാൽ മതി എന്ന് തോന്നി. അങ്ങനെ സോഡ സർബത്ത് ഞാൻ എടുത്തു. കുട്ടികൾക്ക് ഐസ്ക്രീം ബൗൾ കൊടുത്തു. ആൻഡ് ഉമ്മ ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവല്ലേ. ജസ്റ്റ് ലോഗല്ലേ, ലോഗിലൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണമല്ലോ. അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ കണ്ടില്ലേ, സ്ട്രോബെറി ജ്യൂസാണ് എൻ്റെ ചെറിയ മോൻ എടുക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ സൗത്ത് ഹാപ്പിനെസ് എന്നൊരു ചാനലുണ്ടായിരുന്നു. അത് ആരോ ഹാക്ക് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ന്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ഞാനും സോഡ സർബത്ത് കുടിച്ചു. അങ്ങനെ ഡിയേഴ്സ് എൻ്റെ ചെറിയ മോൻക്ക് സ്ട്രോബെറി ഐസ്ക്രീം വളരെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വലിയ കുട്ടിക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അവരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വന്നാൽ ഐസ്ക്രീം ആയിരിക്കും കഴിക്കുന്നത്. പൊതുവേ വെജിനോട് രണ്ടാൾക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ ബിരിയാണിയോ ചിക്കൻ കറിയോ അങ്ങനെ കിട്ടണം. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ ഇവിടെ വന്നാൽ വൈഭവിൽ കയറിയിട്ട് എന്തെങ്കിലും വെജിൽ മസാല ദോശയോ അതോ ചോറ് എന്തെങ്കിലും കഴിക്കും. എനിക്കും അത്ര വെജൊന്നും ഇഷ്ടമല്ല, പക്ഷേ കഴിച്ച് മടുത്തത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ 2 hours യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ വരാണ്. ഭയങ്കര റോഡൊക്കെ നല്ല കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാംഗ്ലൂരിൽ. അപ്പോൾ കേരള വരുന്ന ആൾക്കാരാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർക്ക് വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ ഇവിടുത്തെ റോഡ് ഇഷ്യൂ ഉള്ളൂ. പക്ഷേ കേരളം നിന്ന് മാംഗ്ലൂർ വരുന്ന ആൾക്കാർക്ക് ഒരു റോഡ് ഇഷ്യൂ ഇല്ല, പെട്ടെന്നെത്തും. ഞാൻ കേരളത്തിലൊക്കെ യാത്ര ചെയ്യുന്നത് ട്രെയിനിലായിരുന്നു. അങ്ങനെ മാംഗ്ലൂർ ടു കാലിക്കട്ട് 4 hours റീച്ച് ആയി ഉണ്ടായിരുന്നു. എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ബസ് യാത്ര ചെയ്യുമ്പോഴാണ് വോമിറ്റ് വരുന്നത്. പൊതുവേ ഗവൺമെൻറ് ബസ്സാണെങ്കിൽ കൂടുതലായിട്ടാണ് വോമിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുഡൊന്നും കഴിക്കാത്തത്. അങ്ങനെ ചെറിയ മോണ് ഉറങ്ങാനും കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കളിച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ 1.5 hour എത്തിച്ചു, എന്തെങ്കിലും ചെയ്ത് എത്തിച്ചു. വലിയ മോണ് കുറച്ച് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.